വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് അക്വേറിയം വാങ്ങിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഏവമോളിതാ പുറയിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങള് നേരിട്ട് ഡേ കെയറിൽ നിന്ന് വരുവാണ്. അപ്പൊ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, വിശക്കുന്നുണ്ട്. സാധാരണ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാ. അപ്പൊ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ വിനോദാനന്ദന്റെ വീട്ടിൽ നിന്ന് മുന്തിരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കഴുകി. പിന്നെ ഓറഞ്ചും ഉണ്ട്. അപ്പൊ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഏവക്കുട്ടൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും ഒരു പെറ്റ്സിനെ വാങ്ങിക്കണം ഏമിക്കെന്നും പറഞ്ഞ് കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ കരുതി ഡോഗ്, എല്ലാരും പറയുന്ന ഡോഗിനെ വാങ്ങിക്കുന്ന ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഡോഗിനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് വല്ല ഹസ്കിയോ വല്ല വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെക്കേഷനൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഡോഗിനെ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലും അന്യയുടെ വീട്ടിലും ഒക്കെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളോട്ട് ഇണങ്ങിയ ഡോഗ് പിന്നെ മറ്റൊരാളുമായിട്ട് ഇങ്ങനെ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അവർക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഡോഗിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോയി അതിന് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഡോഗ് വേണ്ടാന്ന് കരുതുന്നത്. പൂച്ച ഇതുപോലെ തന്നെയാണ്. പൂച്ച വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനും നമ്മൾ ദൂരയാത്രകളിലോ വെക്കേഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇൻ കേസ് എമർജൻസിയിലൊക്കെ ഇതൊരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയത് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോബി എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം ഓൾറെഡി ഞങ്ങൾക്ക് അക്വേറിയം ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഇന്ത്യയിലായിരുന്ന സമയത്ത് വലിയ അക്വേറിയം ആയിരുന്നേ. ഇഷ്ടം പോലെ അക്വേറിയം ഉണ്ടായിരുന്നു. 2-3 അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു. ചെറുത് വലുത്. അതെ, പാരറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ടർട്ടൽ ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലാണെങ്കിൽ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സ്, ഫിഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മള് ഓരോ സമയമായപ്പോഴത്തേക്കെല്ലാം കൊടുത്തു. ഓരോരുത്തരത്തോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം കൊടുത്തു പോകും. കുഞ്ഞിലെ മുതലുള്ള ഇങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ പല സാധനങ്ങളും കൊണ്ട് നമുക്ക് പലപ്പോഴും പലതും നടക്കത്തില്ല. അപ്പൊ ഏവമോക്ക് എന്തെങ്കിലും ഒരു പറ്റ് വാങ്ങിക്കാന്ന് കരുതിയിട്ടാണ് അക്വേറിയം വാങ്ങിക്കാൻ പോകുന്നത്. അപ്പം എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് പ്ലാന്റ് ഉള്ള അക്വേറിയം വാങ്ങിക്കാനാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അതെല്ലാം നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങണം. മനസ്സിലായി? അക്വേറിയം വാങ്ങിക്കണം, സോയിൽ വാങ്ങിക്കണം, ഫിൽറ്റർ വാങ്ങിക്കണം, ഹീറ്റർ വാങ്ങിക്കണം, പ്ലാന്റ്സ് എല്ലാം അതിനകത്ത് പ്ലാന്റ് ചെയ്യണം. അങ്ങനെ ചെറിയൊരു ചടങ്ങ് തന്നെയാണ്. എന്നാലും നമ്മൾ ഡിസൈഡ് ചെയ്ത് നോക്കിയിട്ട് വരാം. എന്തായാലും അറിയത്തില്ല, എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഇപ്പൊ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിന്ററൊക്കെ ഏകദേശം അവസാനിച്ച് സ്പ്രിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. സ്നോയും കാര്യങ്ങളും ഒക്കെ മെൽറ്റായി വരുന്നു. ഈ ഒരു സമയം ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ തോന്നുന്നില്ലേ? സ്നോ എല്ലാം ഇങ്ങനെ ഉരുകിപ്പോയിട്ട് മരങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരുമാതിരി ഉണങ്ങി കരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് പോലെ. അതായത് ഈ വിന്റർ തുടങ്ങുന്നതിനൊക്കെ മുമ്പും പിന്നെ വിന്റർ കഴിഞ്ഞു കഴിയുമ്പോഴും മൊത്തത്തിൽ ഈ ഒരു ശോകമുഖ അവസ്ഥയാണ്. പക്ഷെ സമ്മർ ആയി കഴിയുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പ് ഹരിതാവയും പൂക്കളും ചെടികളും എല്ലാം തളർത്തി ഇങ്ങനെ നിൽക്കും. ഏവക്കൂട്ടം നല്ല ഉറക്കമായേ. ഇന്ന് ഡേ കെയറിൽ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം അവള് കാറെ കയറിയപ്പോൾ തന്നെ ഉറങ്ങാനും തുടങ്ങി. കണ്ടോ, റോഡിലേക്ക് സ്നോ പോയിട്ടുണ്ടെങ്കിലും ആ കാടിനുള്ളിലും ചില ഭാഗങ്ങളിലൊന്നും സ്നോ അങ്ങനെ മെൽറ്റ് ആകാതെ പല ഭാഗങ്ങളിലും കിടപ്പുണ്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ വഴിയുടെ അരികിലൊക്കെ ഇഷ്ടം പോലെ സ്നോ കിടപ്പുണ്ട്. ഈ റോഡിന്റെ 2 സൈഡിലും കാടുകളാണ് കേട്ടോ. ഒരു സൈഡിൽ ഒരുപാട് മരങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ 2 സൈഡിലും എന്താ കണ്ടോ, വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസും അതുപോലുള്ള മൃഗങ്ങളും ഒക്കെ ഈ റോഡിലേക്ക് എടുത്ത് ചാടാൻ സാധ്യതയുണ്ട്, അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 2 സൈഡിലും വേലി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ വിജനമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു റോഡാണ്. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും വേലിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരു ഭാഗത്ത് മൂസിന്റെ ഭയങ്കര ശല്യമുള്ള സ്ഥലമാണിത്. റോഡിലൊന്നും ഐസൊന്നും ഇല്ല. അതെ, എല്ലാം പോയി തുടങ്ങി. എല്ലാം പോയി. ഏകദേശം ഇപ്പൊ ആണെങ്കിൽ +5 ഡിഗ്രി ആണ്. പക്ഷെ ഇന്ന് സ്നോ വീണിട്ടുണ്ടായിരുന്നു. രാവിലെ വീണായിരുന്നു, ഇന്നലെ രാത്രിയിൽ വീണായിരുന്നു. പക്ഷെ രാത്രിയിൽ സ്നോയിങ് ഉണ്ട്. രാത്രിയിൽ മൈനസ് ആവും, ഡേ ടൈമിൽ അത് പ്ലസ് ആവും. ഈ സൺലൈറ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പം സന്ധ്യ ആകത്തില്ല പെട്ടെന്ന്. നോക്കി ഏകദേശം ഇപ്പൊ എത്ര മണിയായി? 4 മണിയാകാൻ പോകുന്നു. 55. ഈ മരത്തിന്റെ അകത്തൊക്കെ കാടിനുള്ളിൽ ഒന്നും പോയിട്ടില്ല അല്ലേ സ്നോ? അവിടെ സൂര്യപ്രകാശം ചെല്ലത്തില്ല, തണുപ്പ് കാണും. ഇതെന്തൊക്കെ പാടമാണ്, കൃഷി ചെയ്യുന്ന പാടമാണ്. അങ്ങനെ നമ്മൾ സിറ്റിയോട് അടുക്കാറായിട്ടുണ്ട്. ഏവക്കൂട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഷോപ്പിൽ ചെന്നിട്ട് എഴുന്നേൽപ്പിക്കാം. അപ്പോൾ വെളിയിലോട്ട് നോക്കിയാൽ വെട്ടമൊക്കെ മങ്ങിപ്പോയിട്ട് ഒരുമാതിരി ഇങ്ങനെ മഴ പെയ്യാൻ പോകുന്ന പോലെ തോന്നുന്നില്ലേ? എനിക്കാണെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് സമ്മർ ആയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ അക്വേറിയം ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ തലയോട്ടി ഇരിക്കുന്നുണ്ടോ. ഏവക്കൂട്ടൻ നോക്കി നിൽക്കുന്നത് ആ അക്വേറിയത്തിൽ കിടക്കുന്ന ഫിഷിനെയാണ്. അതായത് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ സെയിം ഫിഷ് അല്ലേ ഇത്? നോക്കിയേ,
നല്ല രസമുണ്ടോ? നല്ല രസമുണ്ടോ? ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഉറക്കപ്പിച്ചിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്തോ സംഭവം, ഇത് എവിടെയാണെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പുള്ളിക്കാരത്തിക്ക്. പക്ഷെ ഇവിടെയുള്ള അക്വേറിയവും മീനുകളും എല്ലാ കാര്യങ്ങളും ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏവക്കുട്ടൻ മാത്രമല്ല കേട്ടോ, നമ്മളും അങ്ങനെ തന്നെയാണ്. കാരണം നല്ല അടിപൊളി ലൈവ് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയമാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ ഒരു ഫിഷിനെ ഇങ്ങനെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് കുഞ്ഞുനാളിലെ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അക്വേറിയവും മീനിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണല്ലോ. അപ്പം അതൊന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോട്ടിലൊക്കെ പോയിട്ട് ടൈഗർ ഫിഷിനെ കോരിക്കൊണ്ട് വരും. ടൈഗർ ഫിഷിനെ കോരിക്കൊണ്ട് വന്നിട്ട് ബൂസ്റ്റിൻ്റെ കുപ്പിയുണ്ട്, ചില്ലുകുപ്പി, അതിനകത്തിട്ട് തീറ്റ കൊടുക്കുമായിരുന്നു. പക്ഷേ വളർത്താനൊന്നും പറ്റില്ല, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ചത്തുപോകും, പിന്നെ നമ്മളതിനെ എടുത്ത് കളയും. ഇതൊക്കെ അറിയത്തില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഉള്ള കൗതുകം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൗതുകം നമുക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാനാണ് കരുതുന്നത്. അതായത് ലൈവ് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു അക്വേറിയം. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും നമ്മളതെല്ലാം വാങ്ങിക്കാമെന്ന് തന്നെ കരുതി. പണ്ട് മുതലുള്ള ആഗ്രഹങ്ങളല്ലേ, മാറ്റി വെക്കണ്ട. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല എക്സ്പെൻസീവായി. 300 യൂറോ, 3 യൂറോയുടെ കുറവുണ്ട്. നമ്മൾ ഇതുവരെ ഫിഷ് വാങ്ങിയിട്ടില്ല, പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അതെ, അപ്പൊ നമ്മൾ കൊണ്ടുപോയി പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് പ്ലാന്റ് വളർന്നു കഴിയുമ്പോഴായിരിക്കും ഫിഷിനെ ഇടുന്നത്. അത് പിന്നെ വേറെ എക്സ്പെൻസീവ്. ഫിഷ് കുറച്ച് ചീപ്പാണ്, അത്രയ്ക്ക് പ്രശ്നമില്ല. ഇതൊക്കെയാണ് വളരെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മള് മരുന്ന് കാര്യങ്ങൾ, പിൽസ്, പിന്നെ ഫിൽറ്റർ, ലൈറ്റ്, അത് ഇത്, ഡെക്കറേഷൻസ്, പ്ലാന്റ്സ് എന്നാണ്ട് എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ്. 300 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപ വരും? 27,000 രൂപ. അതെ. അപ്പൊ സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പൊ സമയം എത്ര മണിയായിരുന്നു? അതെ, 5 മണിയായോ? 6:15. സമയം പോകുന്നപ്പോ ഒന്നും അറിയുന്ന പോലും ഇല്ല. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിംഗും കൂടെ ചെയ്യാന്ന് കരുതി. സിറ്റിയിലോട്ടൊക്കെ വന്നതല്ലേ, അപ്പം കുറച്ച് നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി മട്ടൻ കിട്ടും, പിന്നെ വേറെന്താ ഏഷ്യൻ പ്രോഡക്ട്സ് ഒക്കെ കിട്ടും, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടും. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല തിരക്കാണ്. ഇപ്പം സാധാരണക്കാളും കൂടുതൽ തിരക്കുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇന്ന് സാധാരണക്കാട്ടി നല്ല തിരക്കാണ്. ഏവക്കൂട്ടം പുറകിൽ ഇരിപ്പുണ്ട്, ഉറക്കമൊക്കെ എണീറ്റ്. ചെറിയ ബഹളമൊക്കെ ആയിരുന്നു. വിശക്കുന്നെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക്. ഒന്നും കഴിച്ചൊന്നുമില്ലല്ലോ. മുന്തിരിങ്ങ കഴിച്ചതേ ഉള്ളൂ, പിന്നൊന്നും കഴിച്ചില്ല. ഇല്ല, അവിടെ ഇരിപ്പുണ്ട്. ബഹളമായിരുന്നു, എടുക്കെടുക്കെന്നും പറഞ്ഞിട്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ ഷോപ്പിലോട്ട് പോവാണ്. സന്ധ്യയായി കണ്ടോ, നല്ല റെഡ് സ്കൈ. ഇവിടെ എവിടെ നോക്കിയാലും സ്കൈക്കൊക്കെ പ്രത്യേക കളറാണ്. ഇങ്ങോട്ട് വന്നപ്പോ എന്താ എല്ലാം കൂടെ മിക്സ് ആയ കളർ. അവിടെ ഇവിടെ എല്ലാം വേറെ വേറെ കളറാണ്. സന്ധ്യ മയങ്ങുന്ന നേരം, സന്ധ്യ മയങ്ങുന്ന നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം. അതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്ക്. പാട്ട് കേട്ടോ, ആരും വന്നപ്പോ കാലയിടാതെങ്കിലും ചുമ്മാ അങ്ങ് പാടി അല്ലേ. നൊസ്റ്റാൾജി വരുമല്ലോ നമുക്ക്, അല്ലേ? നമ്മുടെ മലയാളം പാട്ടുകൾ കേട്ടാ നൊസ്റ്റാൾജി വരാതിരിക്കുന്ന ആരും. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1-2 ഏഷ്യൻ ഷോപ്പൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം കണ്ണിൽ കാണുന്നതെല്ലാം വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ കപ്പ, ചക്ക, ചേന, ചേമ്പ്, അതൊക്കെ ഒന്നിലെ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള എങ്കിലും ഒക്കെ കിട്ടും നമുക്ക്. നല്ല വിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു പഴയ ഷോർട്സ് വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള എല്ലാ സീ ഫുഡുകളും, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നേ. അതൊക്കെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് അങ്ങോട്ട് നോക്കി, ആ സ്കൈ ഉണ്ടോ, ഒരുമാതിരി ഇങ്ങനെ തീ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നില്ലേ ശരിക്കും കണ്ടിട്ട്. സ്കൈയുടെ ആ ഒരു കളറും, പിന്നെ അവിടെ ആണെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പുകക്കൊള്ളി കഴിഞ്ഞ് പുകയും കൂടെ പോകുമ്പോഴത്തേക്ക് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. വിനോദായിരുന്നു പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. കാരണം ഏവക്കൂട്ട വണ്ടിയിൽ നിന്ന് ഉറങ്ങിയ കാരണം എനിക്ക് പോകാനൊത്തില്ല. അവളെ വിളിച്ചിട്ട് അവൾ വന്നതും ഇല്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ക്യൂക്ക് ഷോപ്പിംഗ് ആയിരുന്നു. വിനോദ് മാത്രമാണ് പോയത്. ഞാൻ അവളെയും കൊണ്ട് കാറിലിരുന്നു. വിനോദ് പോയിട്ട് പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. മട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, വീട്ടിൽ പോയിട്ട് നല്ല പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നല്ല പൊറോട്ടയും മട്ടൻ കറിയും കഴിച്ചാലെന്നാണ് എൻ്റെ ആഗ്രഹം. ശാരിക്കും തോന്നുന്നു കപ്പ കിട്ടിയില്ല. കപ്പ കിട്ടിയില്ല. അവിടെ ഞാൻ നോക്കി, കപ്പ ഇല്ല. ഞാൻ പോകാൻ നേരം വിനോദോട് പറഞ്ഞു കപ്പ ഉണ്ടെങ്കിൽ നോക്കണേന്ന്. പക്ഷെ കപ്പ കിട്ടിയില്ല. കപ്പ അവിടെ തീർന്നു. നമ്മൾ കൂടുതലും വാങ്ങിക്കുന്ന ഈ ഫ്രോസൺ കപ്പയാണ്. അതാകുമ്പോൾ ഒരു വേസ്റ്റും കാണത്തില്ല.
ഈ ഫ്രഷ് കപ്പ വാങ്ങിച്ചാൽ മിക്ക സമയങ്ങളിലും ഒരുപാട് വേസ്റ്റ് ആവും. ചിലപ്പോ നല്ല ആയിരിക്കത്തില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നും. ശാകം കൊള്ളത്തില്ല. ശാകം എല്ലാം മുറിക്കുമ്പോൾ ഒരുമാതിരി ചീഞ്ഞ പോലെ ഇരിക്കും. കുറെ നമുക്ക് നഷ്ടമുണ്ട്. എപ്പോഴും ഫ്രോസൺ കപ്പ വാങ്ങിക്കുമ്പോ നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടിയില്ല എന്തായാലും. ആ ആയിത്തി കണ്ട് തോണ്ട് ആ സ്കൈ കണ്ടോ, അതിന്റെ കളർ കണ്ടോണ്ടായോ പറയുന്നത് തോണ്ടെന്നേ. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല എന്താ പറയുന്നത്, റെഡ് ആണോ ഗോൾഡ് ആണോ ഓറഞ്ച് ആണോ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടൊരു കളറ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ ഫുള്ള് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, കുറച്ച് സന്ധ്യ ആയി കഴിയുമ്പോഴാണ് ഇരുട്ടാവുന്നത്. അതെ ആ കണ്ട് പോന്ന സൂര്യൻ ഔറിങ്കോ. ആ അതോ അതെന്തോടാ, ആ അത് ലൈറ്റ് വാലോയ. ഏവക്കൂടൻ ഇപ്പൊ എല്ലാ സംശയങ്ങളാണ് നമ്മളോടെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളതെല്ലാം പറഞ്ഞു കൊടുക്കണം അവർക്ക്. പുറകിൽ ഇപ്പൊ ബേബി ഷാർക്കൊക്കെ പാടിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരി. ഫുൾ എൻജോയ്മെന്റ് മൂഡില്ല. കേട്ടോ, അടിപൊളി പാട്ടല്ലേ. പിന്നെ അത് അങ്ങോട്ട് നോക്കി ആ റോഡിന്റെ ആ ഒരു എൻഡിൽ ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയില്ലേ. പിന്നെ അതേ ഒരു സൈഡിലായിട്ട് ഒരുപാട് വിൻഡ് മിൽസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട് വെളിയിൽ, അതാണ് അത് ഇത്രയും സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ സന്ധ്യ ആകുന്ന ഒരു ഫീല് പോലെ തോന്നുന്നു അല്ലേ. നാടൊക്കെ ശരിക്കും മിസ് ചെയ്യുന്ന ഇങ്ങനെ സന്ധ്യ ആകുന്ന സമയത്താണ്. അങ്ങനെ രാത്രി 8 മണിയായപ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങും കഴിഞ്ഞത് വീട്ടിലെത്താൻ പോകുന്നു. അയ്യോ ടയേർഡായേ ഭയങ്കരമായിട്ട്. 3 മണിക്ക് ഇറങ്ങിയതാ, കറക്റ്റ് 3 മണിക്ക് ഇറങ്ങിയതാ. 8 മണിയായി. ഏവ കുറച്ചേരം ഉറങ്ങി, ഇപ്പം ഉണർന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന ഉടനെ വല്ലതും കഴിക്കണം. അച്ഛക്കാണോ കഴിക്കുന്നത്? അച്ഛയാന്ന് ഉറങ്ങിയല്ലേ. ഓക്കെ, അപ്പൊ ദേ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇനി നമുക്ക് എടുത്ത് വെക്കാം ഓരോന്നോരോന്നായിട്ട്. ഇതെല്ലാം ഇനി സെറ്റ് ചെയ്യണം, നിനക്ക് സമയം എടുക്കും. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ടയർഡായി. ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഏവക്കൂട്ടം വന്നിട്ടുണ്ടേ പാലും ബിസ്ക്കറ്റും കഴിക്കുന്നു. വിനോദിന് കുറെ നാൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു, കുറെ നാൾ. അതായത് ഞങ്ങൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അക്വേറിയം ഉണ്ടായിരുന്നു, ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻഡോർ ഇരുന്ന സമയത്താണെന്നുണ്ടെ വിനോദ് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഫൈറ്റർ ഫിഷും ഒക്കെ ആയിട്ടാ വന്നത്. എത്ര പേരും ഉണ്ടോന്നല്ലേ. അതെ, നമ്മളത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് വന്നു. ഓക്കെ, ഞാൻ പിടിച്ചിട്ടുണ്ട്. അതിലേറ്റവും വില കൂടിയ സാധനം പുള്ളി എടുത്ത് തന്നെ. ആ, ഞാൻ എല്ലാത്തിന്റെ വില നോക്കുന്നുണ്ടായിരുന്നു. പുള്ളി ആദ്യമേ വലിച്ചെടുത്ത വില കൂടിയ സാധനം. 2 ദിവസമായിട്ട് എന്തായാലും നല്ല ചെലവാണല്ലേ. നല്ല ഷോപ്പിംഗ് ആയതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പോട്ടോ. അയ്യോ, സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ. മലബാർ പൊറോട്ട കുറെ ഉണ്ടല്ലേ. എത്ര പീസ് ഉണ്ട് ഇതില്? എത്ര പീസ് 2 കിലോഗ്രാം. എത്ര പീസ് ഉണ്ടെന്ന് നോക്കാം. പിന്നെ മട്ടനാണ് ഇരിക്കുന്നത്, നല്ല അടിപൊളി മട്ടൻ. പിന്നെ സുഗിയൻ ഫ്രോസൺ. ഇതെങ്ങനെ അതിന് കഴിക്കുന്നതെന്നൊക്കെ നോക്കണം. എന്തായാലും ഇൻഫർമേഷൻ ഒക്കെ ഇതിൽ കാണും. പിന്നെ ചെറിയ പരിപ്പാണ് വാങ്ങിച്ചത്. പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏവയ്ക്കും എനിക്ക് ഇഷ്ടമേ അല്ല. ഇവിടെ പരിപ്പ് കറി ആണെങ്കിൽ ഇഷ്ടം പോലെ ചോറ് കഴിക്കുന്ന 2 പേരുണ്ട്. ഒരാളിപ്പോ ബിസ്ക്കറ്റും പാലും കഴിച്ചോണ്ടിരിക്കുക. ഡേ കെയറിൽ ഇന്ന് ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ചെണ്ട കൊട്ടും തബല കൊട്ടും. തബല ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ആണല്ലോ. അപ്പം ഇന്ത്യക്കാരായ ഏവക്കുട്ടനായിരുന്നു തബല കൊട്ടിക്കൊണ്ടിരുന്നത് അല്ലേ മോനെ. തബല കൊട്ടിയെന്ന് പറ. അങ്ങനെ കൊട്ടി. അപ്പോൾ അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇതിൽ ചേർക്കുന്നുണ്ട്.
അപ്പൊ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഏവക്കുട്ടനും മറ്റു കുട്ടികളും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏവക്കുട്ടൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുത്തശ്ശിയുടെ മടിയിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഏകദേശം 75 വയസ്സുണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഡേ കെയറിൽ ഇങ്ങനെ വരാറുണ്ട്. റിട്ടയർഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യത്തില്ല. ഒരു 4-5 മണിക്കൂറൊക്കെ നിന്നിട്ട് അവർ പോകും. പിന്നെ സീസണുകളൊക്കെ മാറുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഓരോ ആർട്ടുകളൊക്കെ ചെയ്യാറുണ്ട്. സ്പ്രിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇതാ കണ്ടോ, വിൻഡോയിൽ തുലിപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കുട്ടികളുടെയൊക്കെ കൈ ഇങ്ങനെ ചായത്തിൽ മുക്കി അതിന്റെ പ്രിന്റ് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല സ്മൈൽ ചെയ്യുന്ന ഒരു സൂര്യനെ ഉണ്ടാക്കി വിൻഡോയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു റൂമിലാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗനയും പിന്നെ ബാത്റൂമും ഒക്കെ ആയിട്ട് ചേർന്ന ഒരു റൂമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ മാറാനും എല്ലാം ഈസി ആയിരിക്കും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഒരു പഴയ ടിവിയുടെ ടേബിൾ ഉണ്ട്, അതിൽ നമുക്ക് വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ചെടികളും എല്ലാം ഇവിടെ തന്നെ വെക്കാം. പിന്നെ ഈ റൂമിലാവുമ്പോഴത്തേക്ക് ഇവിടെ താഴെ ടൈലൊക്കെയാണ്, ജസ്റ്റ് വെള്ളമൊക്കെ വീണാലും. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ തൊട്ട് കീഴിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. വെള്ളമൊക്കെ മാറാനും ഒക്കെ ഈസി ആയിരിക്കും. ലിവിംഗ് റൂമിലൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു പേടി, ഏവയെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് അതെ, കാരണം ഇവിടെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന സ്ഥലമാണ്. ചെടിയൊക്കെ ഇരിക്കുന്നോണ്ടേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നേട്ടെ ഹേവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ കസേര ഇരുന്ന് ഊഞ്ഞാൽ അഴയിട്ട് ആയിത്തി നോക്കുന്ന പറയുന്നത്. ആയിത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെന്നാണെന്ന് ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. ആയിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്നാണ് ഫിനിഷിൽ. ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചൂന്ന് വിളിക്കും, ചിലപ്പോൾ ആയിത്തിന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി. അതെ, കുറെ നാളത്തെ ആഗ്രഹമായിരുന്നേ. നമ്മൾ വിഷമിച്ച് നമ്മുടെ അക്വേറിയം നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ട്. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് നമുക്ക് അക്വേറിയം. പല കാരണങ്ങളും കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് വാങ്ങണമെന്ന്. പക്ഷെ വാങ്ങാൻ പറ്റിയില്ല. മനഃപൂർവ്വം വാങ്ങാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിച്ചാണ്. നമ്മുടെ ആഗ്രഹം നമ്മള് സാധിക്കാൻ പോവാണ്. സാധിക്കാൻ പോകുന്ന വാങ്ങിച്ചോണ്ട് വന്നു, ഇനി സെറ്റ് ചെയ്യാൻ പോവാണ്. അതെ, ഞങ്ങൾ ഇൻഡോറിലുള്ളപ്പോ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. വിരുദ്ധന് ഓർമ്മയുണ്ടോ, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ലൈവ് പ്ലാന്റ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ നോക്കി അല്ലേ, നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അക്വേറിയം ഫിഷസും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് പ്ലാന്റ് സെറ്റ് ചെയ്യാണ്. അതായത് ഒരു എക്കോസിസ്റ്റം ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ബിഗിനേഴ്സ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ആ ഷോപ്പിലുള്ള ആളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അത് കെയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്ന്. അതിന് വേണ്ടിയിട്ട് എല്ലാ എക്യുപ്മെന്റ്സും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് ഇടുക, പിന്നെ നമ്മുടെ പ്ലാന്റ്സ് ചെയ്യുക, പിന്നെ എന്താണ് നമ്മുടെ പ്ലാന്റ്സ് വെക്കുക, നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ വെക്കുക, പിന്നെ ഫിൽറ്റർ, ഹീറ്റർ എല്ലാം സെറ്റ് ചെയ്യുക, ലൈറ്റ് വെക്കുക, കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കാന്ന് കരുതി. കാരണം ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത് കെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തായിരിക്കുമ്പോ നമുക്ക് ഇതും ശ്രദ്ധിക്കാം. അതെ, പക്ഷെ പലപ്പോഴും നമ്മൾ ലൈവ് അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിലും ലൈവ് പ്ലാന്റ്സിന്റെ അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെയാണ് വർക്കാകുന്നത്. നമ്മൾ വീഡിയോയിലൊന്നും പോലും നോക്കിയിട്ടില്ല ഇത് എങ്ങനെയായിരുന്നു വർക്കാകുന്നത്. പലരും വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പിന്നാണ് മനസ്സിലായത്. ഇതിനെ കുറിച്ച് കെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്കൊക്കെ ഇതിന് പ്രൊഫഷണൽ ആയിരിക്കും. നമ്മള് ബിഗിനേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ച രീതിയിലും കണ്ടു മനസ്സിലാക്കിയും കേട്ട് മനസ്സിലാക്കിയും എല്ലാ രീതിയിലും ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ആർക്കെങ്കിലും അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് രൂപേണ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ തിരുത്തി ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അതെ, ഞങ്ങൾ ഒരെണ്ണത്തിന് തുടങ്ങുന്നതാണ്. ഇത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നല്ലേ? അതെ, അതായത് 65 ലിറ്റർ ആണ്, 65 ലിറ്റർ ആണ്. 65 അല്ല 75 ലിറ്റർ. ഇതിന്റെ ലൈറ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് പ്രത്യേകം ചെടി വളരാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ലൈറ്റുകളാണ്. ലൂമിന സെക്കൻഡ് RGB പ്ലസ് എന്നോ നാനോ കെറി LED ലൈറ്റ്. ഇതിന്റെ വില നോക്ക്, ഇതിന്റെ വില തന്നെ 58 യൂറോയാണ്. കാരണം നമുക്ക് നാച്ചുറൽ ആയിട്ട് അതിന് ലൈറ്റ് കൊടുക്കണമല്ലോ. കാരണം അത് വളരേണ്ട സൺലൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന് വരുന്നത്. അതെ, ഇവിടെ ഓൾറെഡി സൺലൈറ്റിന്റെ മറ്റേ ചെടികൾക്ക് വേണ്ടിയുള്ള ഒരെണ്ണം ഉണ്ട്. അപ്പൊ അത് പറ്റത്തില്ല, അത് നമുക്ക് ചെടികൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ അക്വേറിയത്തിൽ ചെടികൾ വരാൻ പ്രത്യേകമുള്ള ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ പലരും ചെയ്യുന്നതെന്ന് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് അക്വേറിയത്തിനും ഫിഷിനും ഒക്കെ ഇങ്ങനെ പൈസ മുടക്കിയിട്ട് ലൈറ്റിന് ചെറിയ പൈസ മുടക്കും. മനസ്സിലായി, ചീപ്പായിട്ടുള്ള ലൈറ്റ്സ് വാങ്ങിച്ചു വെക്കും. അങ്ങനെ അവരുടെ ചെടികളെല്ലാം പോകും. അപ്പൊ ഇതിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ഫിഷ് പാർട്ടി ഒക്കെ നടത്താം. അതെ, അപ്പം നമ്മൾ ഒരിക്കലും എന്താണ് കുറഞ്ഞ ലൈറ്റ്സ് ഒന്നും വെക്കല്ലേ, മനസ്സിലായില്ലേ? നമ്മൾ എല്ലാത്തിനും പൈസ മുടക്കിയിട്ട് ഇത് പൈസ കുറച്ച് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ക്വാളിറ്റി അത്ര ഉള്ളായിരിക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം കേടായി പോകും, മനസ്സിലായില്ലേ? അതെ, അപ്പൊ നമ്മളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് അക്വേറിയം ഒന്ന് ഇതിന്റെ എല്ലാം കവറൊക്കെ എടുത്ത് മാറ്റാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ സാൻഡ് ക്ലീൻ ചെയ്യണം.
സാൻഡ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? സാൻഡ് ബക്കറ്റിലിട്ട് കഴുകിയെടുക്കണം അല്ലേ? ഇതെല്ലാം പോകത്തില്ലേ അപ്പൊ? ഇല്ല, കുറച്ച് ഫ്ലോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ മാക്സിമം മാക്സിമം പോകാൻ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. അതെ. ഇതെന്താ ഇതിന്റെ കവറാണോ മുകളിൽ വെക്കുന്നത്? ആദ്യക്കുമ്മ തരാവോ? ഓക്കെ. ഞാൻ ചോദിച്ചില്ലല്ലോ ഉമ്മ. ഇയാളോട് ഉമ്മ ചോദിച്ചില്ലല്ലോ. ഓക്കെ, തന്നേര്. താങ്ക് യു. വിട് വിട് മതി. അപ്പൊ ഇതാണ് നമ്മുടെ സാൻഡ്. അതെ, സാൻഡിന് ഏകദേശം 27 യൂറോയാണ് ഇതിന്റെ 10 കിലോയാണ്. അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഫസ്റ്റ്. നമ്മൾ ഈ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഒരു 2 വട്ടം വാഷ് ചെയ്യാന്നാ കരുതുന്നത്. ഒട്ടും കളയല്ലേ, ആകെ കുറച്ചേ ഉള്ളു. അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചതാ ഈ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് കഴുകിയെടുക്കാം. കണ്ടിട്ട് കടുക് പോലെ ആണോ? കടുക് പോലെ ഇരിക്കുന്നല്ലേ? ഒരെണ്ണത്തിൽ കൊള്ളുവോ? ഒരു വട്ടം 2 പ്രാവശ്യമല്ലേ? ഓക്കെ, മതി, നിൽക്കട്ടെ. ഒട്ടും കളയല്ലേ, കുറച്ചൊക്കെ കഴിയുമ്പോ പോവും. കുറച്ച് വെള്ളം ഒഴിക്കാം ആദ്യം. അപ്പം നമ്മളിത് 2 വട്ടമായിട്ടാണ് കഴുകി എടുക്കുന്നത്. കാരണം ഇത് ബക്കറ്റ് വളരെ ചെറുതാണ്. ഇതിലപ്പോൾ പകുതിയേ കൊള്ളത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പം അതെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. ഓക്കെ. ആ അപ്പം അതെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തോണ്ട് വന്ന സാൻഡ് നമ്മുടെ ടാങ്കിനകത്ത് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകതരം സാൻഡ്. ശരിക്കും ഫ്ലോട്ട് ചെയ്യുന്ന വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ പൊങ്ങിരാൻ ചാൻസ്. അയ്യോ, എന്താവും എന്തോ. ഏവക്കുട്ടനെല്ലാം കണ്ടു പഠിക്കുക. അപ്പം ആദ്യം കഴുകിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്, നിരത്തിയിട്ടുണ്ട് ഇതിൽ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ കഴുകിയിട്ട് നിരത്താം. അപ്പൊ ഇതേ ബാക്കി വന്നതും കഴുകി നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്ന വുഡാണ് ഇത്. ഇത് ഫ്ലോട്ട് ചെയ്യുന്ന വുഡ്. അതുകൊണ്ട് നമ്മൾ റോക്ക് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഗ്ലോ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കേബിൾ ടൈ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ. അതെ, ഞങ്ങള് കേബിൾ ടൈ വെച്ചിട്ടാണ് കെട്ടി വെച്ചത്. എപ്പോഴെങ്കിലും മാറ്റണമെങ്കിൽ ഇതായിരിക്കും നമുക്ക്. അപ്പൊ ഈ അക്വേറിയത്തിൽ വെക്കാൻ വേണ്ടിട്ട് പ്രത്യേകതരം വുഡ് ഉണ്ട്, അത് തന്നെ വെക്കണം. സാധാ തടിയൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചീഞ്ഞ് എല്ലാം ചത്തുപോകും, മീനുകളും പ്ലാന്റ്സും എല്ലാം കേട്ടോ. അതുകൊണ്ട് ഇതിന് വേണ്ടിട്ട് പ്രത്യേകം ഉണ്ട്, അത് തന്നെ വെക്കണം. ഇതിന് എത്ര യൂറോ ആയിരുന്നു? 20 യൂറോ. നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് വില കുറവായിരിക്കും, പക്ഷെ ഇവിടെ ഫിൻലാൻഡിൽ നമുക്ക് എല്ലാത്തിനും നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് നാട്ടിലെ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതെ. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം അക്വേറിയത്തിന് വേണ്ടിയിട്ടുള്ള. കുറച്ച് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിങ്ങനെ സ്ലോപ്പ് പോലെ അവിടെ. അപ്പൊ സാൻഡ് ഒന്നും കൂടെ നല്ല രീതിയിലെല്ലാം ഇങ്ങനെ സ്ലോപ്പ് പോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോ ഇതെല്ലാം മാറിപ്പോവോ വിനോദേ? ചാൻസ് ഉണ്ട്. അമ്മ ഉണ്ട്. കേക്ക് കേക്ക് അതെ, അത് അക്വേറിയത്തിന്റെ പാക്ക് ചെയ്ത് തന്നപ്പോ ഉണ്ടായിരുന്ന തെർമോക്കോളാണ്. അപ്പൊ നമ്മളിത് കേക്കാന്നും പറഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല കേക്കാണോ? ആദ്യത്തേക്ക് വേണ്ട, പൊന്നു തിന്നു. ഓക്കെ. നല്ലോണം മലയാളമൊക്കെ പറയുന്നില്ലേ കൂട്ട? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊള്ളാം അല്ലേ അച്ഛൻ? അടിപൊളിയായി വരുന്നുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഓ, അവിടെ ഒരു കേക്കും. സൂപ്പറാ, സൂപ്പറാടാ, സൂപ്പർ കേക്ക്. പിന്നെ ഓക്കെ, വീടായോ ഇപ്പൊ അത്? ഓക്കെ. അപ്പൊ എന്താ, ഇതാണ് നമ്മുടെ അക്വേറിയത്തിലെ ചെറിയൊരു ഡെക്കറേഷൻ. ഒത്തിരി അങ്ങ് ഓവറാക്കി ചളവാക്കണ്ടല്ലോ അല്ലേ? ഇത്രയും മതി. പിന്നെ നമുക്ക് പതിയെ പതിയെ കൂട്ടിക്കൂട്ടി വരാം. ഇനി നമ്മുടെ ചെറിയൊരു റോക്ക്, ഇത് നമ്മള് റിവറിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അത് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ, എന്നിട്ട് അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മതി. കൊള്ളാം, സൂപ്പറാ. ചെടികളും കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ അക്വേറിയം പ്ലാന്റ്സ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തേ പോകണ്ട. 22 മുതൽ 30 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഡൈ ആയി പോകും.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹീറ്ററൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് കണ്ടോ. അതെ, നല്ല സൂപ്പർ പ്ലാന്റ് ആണ്. അപ്പൊ നമ്മള് അതാ കവറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട്, കവറല്ലല്ലോ, ചെറിയ ഒരു ബോക്സ്, പ്ലാസ്റ്റിക് കവറോ എന്തോ പറയുന്നത്. അതെ, ചെടിച്ചട്ടി. അതെ, അതിനടുത്ത് മാറ്റിയിട്ട് അക്വേറിയത്തിലേക്ക് ഇറക്കി വെക്കാം. എന്താവോ എന്തോ, ആ റൂട്ടൊക്കെ പോവോ അതിങ്ങനെ എടുക്കുമ്പോ? കാരണം അതിന്റെ ഇടയിൽ കഴിഞ്ഞെല്ലാം ഇങ്ങനെ റൂട്ട് ഇറങ്ങിയിട്ട് ഓരോന്നോരോന്ന് പൊട്ടിച്ച് മാറ്റേണ്ട അവസ്ഥയാണ്. അപ്പം അതെ, അച്ഛൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ വീഡിയോ എടുത്തു തരുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ സ്വന്തമായിട്ട് അങ്ങ് സെൽഫി എടുക്കുക. അപ്പം അതെ, നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പ്ലാന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കാം. ഇത് രണ്ടും മണ്ണിലാണ്. ആ, അപ്പൊ ഈ ചെടി നമ്മളിതാ ഇവിടാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ കിളിച്ച് പൊങ്ങും, കണ്ട്. അപ്പൊ അതെ, ഇത് അടുത്ത പ്ലാന്റ്, അതുകൂടെ വെക്കാം. ഹീറ്റർ. പിന്നെ ഇതിനകത്ത് അക്വാസേഫ് ഈ പ്ലാന്റ്സ് ഉണ്ടോ, അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് സ്പ്രേ ആണിത്. അതെ, ഫെർട്ടിലൈസറാ. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഇത് ബാക്ടീരിയ ആണ്, അതായത് ചെടി വളരാനും ആ എക്കോസിസ്റ്റം വളരാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇത് കേട്ടോ. ബാക്ടീരിയക്കുള്ള ഫുഡ്, ഫിഷിന് വേണ്ടി ഫുഡ്, ബാക്ടീരിയക്ക് വേണ്ടി ഫുഡ്, ചെടികൾക്ക് വേണ്ടി ഫുഡ്. അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതെ, ഒരു സൈഡിൽ ഇങ്ങനെ ചെടിയൊന്നും ഇല്ലാത്ത ഭാഗത്തോട്ട് ഒഴിക്കുക കേട്ടോ. പതിയെ ഇത് ഇച്ചിരി ചടങ്ങ്. അതെ, ഇച്ചിരി സമയം എടുക്കും. ഈ മണ്ണൊക്കെ താന്നു പോയിട്ട് നമ്മുടെ വെള്ളം ഇനി നല്ല ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി അങ്ങോട്ട് അറിയാൻ പോകുന്നത്, അല്ലേ? അങ്ങനെ അതാ അടിപൊളിയായി വരുന്നുണ്ട്. നോക്കിക്കേ, വാവ്, സൂപ്പറാണ്. നമ്മള് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് എന്താണെന്നറിയോ? വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് കുത്തി ഒഴിക്കത്തില്ല, ഇതിന്റെ മുകളിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളെല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളെ സ്ലോപ്പ് ആയിട്ടൊക്കെ സാൻഡ് സെറ്റ് ചെയ്തേക്കുന്നേ, കുത്തി ഒഴിച്ച എല്ലാം പോവും. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അവിടെ ഇങ്ങനെ എനിക്ക് ഒന്നായിട്ട് ഇരിക്കുന്നില്ലേ, നല്ല രസമുണ്ട്. നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇടം അടിപൊളിയായിരിക്കും. ആ ഡെക്കറേഷന്റെ ഭംഗി വന്നത് ശരിക്കും അണ്ടർ വാട്ടർ ആയപ്പോഴാണ്. ഉണ്ടോ? പക്ഷെ ഇനി ഇത് ബ്ലാക്ക് കളർ ആകും. അതെയോ? ഈ വുഡ് പ്രോസസ് ആയിട്ട്. ഇത് നമ്മളെ കാണ്ടാമരത്തടി കണ്ടില്ലായിരുന്നു അവിടെ? ഒരെണ്ണം അത് വാങ്ങിക്കണ്ടായിരുന്നേ. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ബിന്ദു പണിക്കർ അവസ്ഥ. സ്വാഗതം പറിച്ചില്ല, കുറെ നേരമായിട്ട് സ്വാഗതം പറയും. വീഡിയോ തീരാറായി, തുടങ്ങിയപ്പോ സ്വാഗതം പറിച്ചില്ല. സ്വാഗതം മതി. വീഡിയോ ഓണാക്കി ഉടനെ അപ്പൊ സ്വാഗതം പറയും. സ്വാഗതോ? ആ, എല്ലാവർക്കും സ്വാഗതം. ഏവിക്ക് സ്വാഗതം. അങ്ങനെതാ നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം മുഴുവൻ നിറച്ചിട്ടുണ്ട്. അടിപൊളിയാണേ. ഇച്ചിരി ഒന്ന് ക്ലിയർ ആവണം വാട്ടറൊക്കെ, എന്നാലേ വരിക്കും ഇതിന്റെ ആ ഒരു ക്ലിയർ ആകാൻ ഒരു ദിവസം എടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മതി. വാവ്, അതെടുത്ത് മാറ്റി വെച്ചിരുന്നു, നമുക്ക് ആവശ്യം വരുവേ. വെള്ളം ഇങ്ങനെ മാറ്റുന്ന സമയത്തൊക്കെ കൊള്ളാം. എങ്ങനെ ഉണ്ടായോ കൂട്ടാ? സൂപ്പറാ. ഈ ലൈറ്റ് വെക്കണം. ഓക്കെ, ഫിൽറ്റർ ഇപ്പൊ വെക്കണം വേണ്ടല്ലോ. ഫിൽറ്റർ ഇത് വന്നിട്ട് വെച്ചാ പോരാ? ഓക്കെ, നമ്മുടെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഫിൽറ്ററിന് എത്ര ആയിരുന്നു? ഫിൽറ്റർ വെച്ചപ്പോ വെള്ളം ഇങ്ങനെ മാറിക്കോളൂ. അതെന്തോ ഹീറ്റർ അല്ലേ? ഇനി നമുക്ക് ഹീറ്റർ ഇറക്കി വെക്കാം.
സൗണ്ട് വരും ഇത് ഫിൽറ്ററിന് സൗണ്ട് വരുന്നതിനാ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നമ്മൾ ഷോപ്പിൽ മറന്നു വെച്ചിട്ടാണ് വന്നത്. അതായത് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ സോക്കറ്റ് നമ്മൾ ഷോപ്പിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് നമ്മളത് പോയി എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്ത് തിരിച്ച് ഷോപ്പിൽ വന്നതാണേ. ഫിഷിനെയൊക്കെ ഇനി നമ്മളിപ്പോഴേ ഇടത്തില്ല. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഏവക്കുട്ടെന്താ വീണ്ടും വന്നിട്ട് ആ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുവാണ് മീനുകളെയൊക്കെ നോക്കി. അപ്പം നമ്മൾ ഇന്നും കുറച്ച് പ്ലാന്റ്സും പിന്നെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും വന്നതല്ലേ, അപ്പം അതിനകത്തുള്ള കുറവുകളൊക്കെ നമുക്കൊന്ന് പരിഹരിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ആ ലൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ വാങ്ങിക്കാൻ മറന്നു പോയതുകൊണ്ട് രണ്ടാമത് ഇപ്പം നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അത്രയും ദൂരെ പോയിട്ട് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എക്സ്റ്റൻഷൻ അവർ വെക്കാൻ മറന്നുപോയതാണ്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് അത് ഊരിയിട്ടില്ലായിരുന്നു, അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഷോപ്പിൽ നല്ല തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ അത് എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റ് വെച്ചപ്പോഴാണ് ഈ സംഭവം നമ്മുടെ കയ്യിലില്ല, കവറിനകത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ തന്നെ എനിക്ക് ഓർമ്മ വരികയും ചെയ്തു നമ്മളത് എടുത്തിട്ടില്ലാന്ന് അവിടുന്ന്. പിന്നെ ഞങ്ങൾ പുള്ളിയോട് ചോദിച്ചിട്ട് ഇപ്പൊ ഇന്ന് പോയി എടുത്തിട്ട് വരുവാണ്. കാരണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കാണാനായിട്ടേ ഭയങ്കര ആഗ്രഹം. പിന്നെ അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് കൂടെ വാങ്ങിച്ചു, കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. പിന്നെയും പൈസ ചെലവായി. അതെ, സോ വളരെ എക്സ്പെൻസീവ് ആണ്. 350 യൂറോയുടെ അടുത്തായി എല്ലാം കൂടെ അല്ലേ. പിന്നെയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കുറച്ചുകൂടെ ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്ടർ കണ്ട കുറച്ച് ക്ലൗഡി ആയിട്ടായിരിക്കും. ഇത് അങ്ങനെയാണ്, കാരണം ഇതിനകത്ത് ബാക്ടീരിയ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഫോഗ് പോലെ ഇരിക്കും, അഴുക്ക് പോലെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും നമുക്കത് ചെടി വെക്കാം. ഇതാണെങ്കിൽ ഗ്ലൂ ആണ്, അക്വേറിയം ഗ്ലൂ ആണ്. ഇത് നമുക്ക് അണ്ടർ വാട്ടറിലും ചെയ്യാം. അകത്തോട്ട് ഇത് മുട്ടിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതില് ശകലം ഇങ്ങനെ കേക്കട്ടെ. മതി, ഇവിടെ മതിയോ? കണ്ടോ, സിമ്പിൾ ആയിട്ടുണ്ട്. ശരിക്കും അതൊരു മരം പോലെ തോന്നും. ഇനി ഇതാ നമുക്ക് വെക്കാറുള്ളത്. അങ്ങനെ നമ്മള് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് ബാക്കി കൊണ്ടുവന്നിട്ടുള്ള കുറെ പ്ലാന്റ്സും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 വീക്സ് വെയിറ്റ് ചെയ്യും. 2 വീക്സ് ആവുമ്പോഴേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് എന്താണ് 2 വീക്സ് 3 വീക്സ് ഒക്കെ അവരെടുക്കാം. മിനിമം ഒരു 2 വീക്സ് എങ്കിലും വേണം ആ ബാക്ടീരിയ എല്ലാം ഫോം ആയിട്ട് കറക്റ്റ് എന്താണ് ആ എക്കോസിസ്റ്റം കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മീൻ എടുത്തുള്ളൂ. ഇപ്പൊ നമ്മള് മീനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം മരിച്ചു പോകും കേട്ടോ. അതെ, അത് നമ്മൾ സെറ്റ് ആക്കി എടുക്കണം. ഇനി വെയിറ്റിംഗ് ആണ്, ഞങ്ങള് കട്ട വെയിറ്റിംഗ്. അതെ, നമ്മളെ പ്ലാന്റ്സ് എല്ലാം പിടിക്കും ഒരു 2 ആഴ്ച കൊണ്ട്. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒന്നോട്ടൊന്ന് വെള്ളം ചേഞ്ച് ചെയ്യും, പുതിയ ബാക്ടീരിയ ഇട്ട് കൊടുക്കും. ഈ സാൻഡ് കണ്ടില്ലേ ശരി അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു അത് ശരിയാകോ ഇല്ലേന്ന്, കാരണം ഇങ്ങനത്തെ സാൻഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗി വരുമെന്ന്. അങ്ങനെ നമ്മള് വീണ്ടും അത് റീഅറേഞ്ച് ചെയ്തേക്കുവാണ്, കണ്ടില്ലേ. അപ്പം ആദ്യം ഇങ്ങനെ വെച്ചത് അങ്ങോട്ട് ശരിയാവാഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമതും പിന്നെയും എല്ലാം ഇളക്കിയിട്ട് വീണ്ടും വെച്ചേക്കുവാണ്. കാരണം ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഈ ഒരു പ്ലാന്റ്. എന്നിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആക്കിയിട്ട്. അതെ, അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് ആൽഗ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഇങ്ങനെ ബ്രൗൺ പോലത്തെ ഒരു ആൽഗയാണ് അത്. കാരണം ഇത് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് ഓവർ ലൈറ്റ്, പിന്നെ നമ്മൾ ഇടുന്ന ന്യൂട്രീഷ്യൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാടാണെങ്കിൽ, വളമൊക്കെ ഒരുപാടാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാം. പിന്നെ ഇതിന്റെ അകത്ത് ഈ ചെടികളും അത് ഇതൊക്കെ അഴുകിയിട്ടുള്ള അതുണ്ടല്ലോ, അത് കാരണമൊക്കെ വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ കോമൺ ആണ് കേട്ടോ. നമ്മളപ്പം ഇതൊക്കെ നല്ല രീതിയിൽ അക്വാസ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ. ആളുകളില്ലാത്ത ഒരു അക്വേറിയം പോലും കാണത്തില്ല. എല്ലാ അക്വേറിയത്തിനും ആളുകൾ കാണും, പക്ഷെ ഒരുപാട് അകലെ വന്നേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ശരിക്കും എന്താണ് നമ്മൾ നന്നായിട്ട് നോക്കിയാലേ ഇത് കെയർ ചെയ്താലേ നമുക്കത് നല്ല രീതിയിൽ വളരത്തുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ ഒന്നും നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കത്തില്ല. ഇപ്പൊ ഇതിനൊരു ചെറിയൊരു കളറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വുഡ് എന്ന് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ വുഡ് നമ്മൾ വെള്ളത്തിൽ നേരത്തെ മുക്കി വെച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ല, നമുക്കറിയത്തില്ലായിരുന്നു. നമ്മളെല്ലാം ചെയ്താണല്ലോ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോന്ന് നോക്കി മനസ്സിലാക്കുമ്പോഴാണ് അതിനെ കുറിച്ച് അറിയുന്നത്. ഈ ഒരു ഇലയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിൽ വെച്ചതിന് ശേഷം വന്നതാണ്. എല്ലാം കിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിലെ കുറച്ച് ഇലകൾ എനിക്ക് കട്ട് ചെയ്യാതെ കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, ഇതിൽ ഓൾറെഡി ഇപ്പോഴും ആൽഗകൾ പറ്റിയിരിപ്പുണ്ട്. അത് നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും കിളിച്ചങ്ങ് വന്നോളൂ. ആൽഗ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ എടുക്കാൻ ഭയങ്കര പാടാണ്.
ശരി, നമുക്ക് നോക്കാം. ഇതിപ്പോ ആകപ്പാടെ ടെൻഷൻ ആയിട്ടുള്ള അവസ്ഥയാ. ഇതൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴൊന്നും നമുക്ക് ഫിഷിനെ ഒന്നും ഇടാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതെ, ഫിഷിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് എല്ലാം പെട്ടെന്ന് ചത്തുപോകും. കാരണം ഇത് നമ്മളൊരു ഒരു അക്വാസ്കേപ്പ് ചെയ്തൊരു ലൈവ് അക്വേറിയം ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഫിഷിനെ ഒന്നും മിനിമം ഒരു 2 ആഴ്ച പോലും 1 മാസമൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്കും നമുക്ക് ക്ഷമയില്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഇടാം. ഞങ്ങൾ കരുതുന്ന 1 മാസമെങ്കിലും എനിക്ക് വെയിറ്റ് ചെയ്യണമെന്നാ. ഏവയ്ക്ക് ശാരിക്കും ഒട്ടും ക്ഷമയില്ല, അത് മെയിൻ ഇടണമെന്നാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ എക്കോസിസ്റ്റവും എല്ലാം ഇതിന്റെ അകത്ത് റെഡി ആയിട്ട് വരും. പിന്നെ വാട്ടർ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഒരുപാട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരത്തില്ല. ഏവ ഇവിടെ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പലമാതിരി ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് അവർക്ക് ഇങ്ങനെ അറ്റൻഷൻ വേണം, അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നേ. അത് നമ്മുടെ വീഡിയോയിൽ പലമാതിരി സൗണ്ട് വരുന്നത് അതിന്റെ പുറകെ മാറി ഇരിപ്പുണ്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറിച്ചെടുക്കുവാണ്. നമ്മളിങ്ങനെ വെക്കണ്ടായിരുന്നെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ചിലപ്പോൾ ഇതിന് വേരൊക്കെ കിളിച്ചു കാണും. ഇത് കണ്ടോ, ഇതിന് ഫ്രഷ് വേരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്കത് പറിച്ചു നടാം. ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പൊ ഇത് നമ്മുടെ കുറവാണോ? ഇത്രയും മതിയാവോ അതോ ഇനിയും വേണോ? ഇത് മതി, മതിയല്ലേ, ഓവറാക്കി ചളവാക്കണ്ട. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനും പാടായിരിക്കും, വെട്ടി കൊടുക്കണം. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വരും. അങ്ങനെ എല്ലായിടവും കുത്തി കുത്തി ഇത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ട്. കുത്തി വെക്കാൻ കുറച്ച് പാടാണ് വെള്ളത്തിലായതുകൊണ്ടേ. അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. പറയാനൊക്കത്തില്ല, ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ ലുക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി പറയാനൊക്കത്തില്ല. ഇപ്പൊ വിനോദ് എത്രാമത്തെ കേട്ടോ വിനോദ് ഇത് ചേഞ്ച് ചെയ്യുന്നത്? അതെ, അങ്ങനെയാണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിടം വരെ നമ്മളിങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും. അതെ, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഫൈനൽ ലുക്ക് ഫിഷും കൂടി ഇട്ട് കഴിയുമ്പോഴാണല്ലോ വരാൻ പോകുന്നത്, എല്ലാം സെറ്റ് ആയി കഴിയുമ്പോ അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആണ്. അപ്പൊ ക്ഷമ വേണം, സമയം എടുക്കും. അപ്പൊ ഇതെല്ലാം കിളുത്തും വരുമായിരിക്കും, നല്ല രീതിയിൽ സെറ്റ് ആവും. അപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതെ, ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഇതിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, ഈ അക്വാസ്കേപ്പിങ്ങിനെ കുറിച്ചൊക്കെ. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുതിയൊരു ഹോബി തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ബ്രെയിൻ വർക്കാൻ തുടങ്ങും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, അതിന്റെ വീഡിയോസ് കാണും, വായിക്കും. മനസ്സിലായോ? അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ സമയമൊക്കെ പോകും. വിനോദ് ഇപ്പൊ അതേപറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങള്. ഞാൻ ഒരുപാട് വീഡിയോസ് എന്നും പഠിച്ചിട്ട് എന്നും ഇതിലിട്ട് ഓരോരോ പണികളാണ്. ഇനി ഒന്ന് മീനെയൊക്കെ ഇട്ടിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു മാസം 1.5 മാസം അല്ലെ മാക്സിമം 2 മാസത്തിനുള്ളിൽ സംഭവം സൂപ്പർ ആയിരിക്കും. അതെ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാ സെറ്റ് ആയിട്ട് കാണാൻ വേണ്ടിട്ട്. സൂപ്പറാ ചക്കരയാ. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങള്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.